വഴിക്കടവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് EA സുഗു തൃണമൂൽ കോൺഗ്രസ് നേതാവുമാണ്. ശ്രീ സുഗു, ഇപ്പോൾ PV അൻവർ തുടക്കം മുതൽ ഉന്നയിച്ചിരുന്ന ഒരു വിഷയമാണല്ലോ ഈ മലയോര കർഷകരുടെ ഒരു വിഷയം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അനന്തുവിന്റെ മരണത്തിന് ശേഷവും അൻവർ പ്രതികരിച്ചത്. ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം, അതിനുശേഷം നടന്ന കേസ്, അൻവറിനെ അറസ്റ്റ് ചെയ്ത രീതി, ഇതൊക്കെ കേരളം കാണുകയും ചെയ്തതാണ്. ഇപ്പോൾ ഈ സംഭവത്തിൽ ആർക്കാണ് യഥാർത്ഥ ഉത്തരവാദിത്വം എന്നാണ് കരുതുന്നത്? ഇപ്പോൾ താങ്കൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്തിനുള്ള അധികാരത്തെക്കുറിച്ചാണ് ഇപ്പോൾ CPM നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നത്. സുഗു. സ്മൃതി, വളരെ ദാരുണമായ ഈ ഒരു സംഭവം നമുക്കറിയാലോ. ഈ ഇൻസിഡന്റ് സംഭവിച്ചതിന് ശേഷം നമ്മളെ ഭരണപക്ഷവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഇത് ആഘോഷമാക്കി മാറ്റുക ചെയ്തിട്ടുള്ളത്. നമുക്കറിയാലോ, എലക്ഷൻ ഇന്നല്ലെങ്കിൽ നാളെ എലക്ഷൻ ഇവിടെ തീർന്നു പോകും. വളരെ വേദനാജനകമായി തോന്നിയത് സഖാവ് അരുൺകുമാറിന്റെ ഒരു പരാമർശം ഞാനിവിടെ ശ്രദ്ധിക്കേണ്ടായി. ആ പരിക്കുപറ്റിയ കുട്ടിയുടെ അമ്മ നൽകിയ പരാതി സംബന്ധിച്ച് അരുൺകുമാർ അതിന് റെസീറ്റുകൾ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ്, അതായത് അത്തരത്തിലുള്ള ഒരു പരാതി ഈ വന്യമൃഗ വേട്ടയും അതോടൊപ്പം തന്നെ അനധികൃതമായി ഈ വൈദ്യുതി ലൈനിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവന് സംരക്ഷണം കിട്ടാത്ത തരത്തിലുള്ള പ്രവൃത്തി നൽകുന്നുണ്ട് എന്ന് അവിടെ എത്രയോ കൃഷിക്കാർ അവിടെ ഇന്ന് അവിടുന്ന് പരാമർശിക്കുകയാണ്. ഈ കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയെ സംബന്ധിച്ച് അരുൺകുമാർ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, നമുക്കറിയാം, ഈ പരിക്ക് പറ്റിയ കുട്ടിയുടെ അമ്മ സഖാവ് ആമാടൻ രജനി ഇന്നലെയും മിനിഞ്ഞാന്നും സഖാവ് സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങിയ ഒരാളാണ്. ആ ആമാടൻ രജനി CPMന്റെ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളൊക്കെ നൽകിയിട്ടുള്ള ഒരു പരാതി, ആ പരാതി പോലും അല്ലെങ്കിൽ വ്യാജമായിരിക്കും ആ ആരോപണം എന്നുള്ള രൂപത്തിലൊക്കെ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ വളരെ വേദനാജനകം എന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്കറിയാലോ, ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? ഇവിടെ വന്യജീവി മനുഷ്യ സംഘർഷം നിലനിൽക്കുന്ന പ്രദേശമാണ്. ഈ വഴിക്കടവ് പഞ്ചായത്ത് എന്ന് പറയുന്നത് 114 ചതുരശ്ര കിലോമീറ്ററിന്റെ ഉള്ളിൽ ഏകദേശം ഈ തെരഞ്ഞെടുപ്പിൽ 39,800 ഈ പഞ്ചായത്തിലെ വോട്ടർമാരുടെ എണ്ണം. ഏകദേശം 60,000-ലധികം ജനസംഖ്യയുള്ള ഒരു പഞ്ചായത്ത്, 114 ചതുരശ്ര കിലോമീറ്റർ ദൈർഘ്യത്തിൽ കിടക്കുന്ന ഈ പഞ്ചായത്തിൽ 23 വാർഡുകളിൽ 4 വാർഡുകൾ ഒഴികെ ബാക്കി 19 വാർഡുകളും വനവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ്. ആ വനവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലേഖകനോ നിങ്ങളുടെ റിപ്പോർട്ടർമാരൊക്കെ ഇന്ന് ആ സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടല്ലോ. അവിടുത്തെ കൃഷിഭൂമികൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? കാട് കയറി കിടക്കുകയാണ്. അവിടുത്തെ കർഷകർ ഒന്നായിട്ട് പലായനം ചെയ്യുകയാണ് പട്ടണ പ്രദേശങ്ങളിലേക്ക്. പട്ടണ പ്രദേശങ്ങളിൽ പോലും സുരക്ഷിതമല്ലാത്ത സ്ഥിതി നമ്മുടെ നാട്ടിൽ. അത് തീർച്ചയായും ശരിയാണ്. ആളുകൾ കൃഷി ഉപേക്ഷിച്ച് പോവുകയാണ്. കൃഷി അവിടെ പുനഃസ്ഥാപിക്കുന്നതിന് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമവുമില്ല. കൃഷി ആദായകരമല്ല. എന്തെങ്കിലും അവിടെ കൃഷി ചെയ്താൽ അത് വിളവെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അങ്ങനെ വിജനമായ പ്രദേശമായി ഈ വെള്ളക്കെട്ട മാറിക്കൊണ്ടിരിക്കുക. ഈ വെള്ളക്കെട്ട ഒരു കാലത്ത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നെല്ലറകളിൽ ഒന്നായിരുന്നു. എന്തേ ഈ ഭൂമി ഇങ്ങനെ? അവിടെയാണ് നമ്മുടെ അടിസ്ഥാന പ്രശ്നം. ഇവിടെ ഈ പശ്ചിമഘട്ട മലനിരകളിൽ, ആ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും വന്യജീവികൾ കൂട്ടത്തോടെ നമ്മുടെ മലയോര കുടിയേറ്റ മേഖലയിലേക്ക് ഇറങ്ങി മനുഷ്യജീവനും അവരുടെ കൃഷിക്കും കാലങ്ങളായി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ പ്രശ്നത്തിനൊരു അഡ്രസ്സ് കാണാതെ ഇത് വെറും ആലങ്കാരികമായി കാണാൻ നമുക്ക് കഴിയുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് നിലമ്പൂർ പട്ടണത്തിൽ നിങ്ങളുടെയൊക്കെ റിപ്പോർട്ടർ ടീം താമസിക്കുന്ന പ്രദേശത്തിന്റെ ഒരുപക്ഷെ രാത്രി എണീറ്റ് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ ആ താമസ സ്ഥലത്തോ ആനയെ കാണാം, പുലിയെ കാണാം. നിലമ്പൂർ മണ്ഡലത്തിലെ മുഴുവൻ പട്ടണങ്ങളിലും ആനയും പുലി ഇറങ്ങുന്ന പ്രദേശമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ മാത്രമല്ല, ഈ കേരളത്തിലെ 469ഓളം വരുന്ന പഞ്ചായത്തുകൾ, പശ്ചിമഘട്ടം അതിർത്തി പങ്കിടുന്ന മുഴുവൻ പ്രദേശങ്ങളിലും വലിയ തോതിൽ ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു. ഇതിനൊരു അറുതി വരണ്ടേ? ഇതല്ലേ ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പ്രശ്നം? അതിനെന്ത് പരിഹാരമാണ് കാണേണ്ടത് എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം?
അപ്പോൾ ഇത്തരത്തിലൊന്നും കാണാതെ ഇലക്ഷനിൽ താൽക്കാലികമായിട്ടുള്ള വിജയത്തിന് വേണ്ടി ഇവർ കാട്ടിക്കൂട്ടുന്നതിൽ അത് ജനങ്ങൾക്ക് പുച്ഛമായി മാത്രമേ തോന്നുകയുള്ളൂ എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഈ നിലമ്പൂരിൽ സ്ഥലം MLA ആയിരുന്ന സമയത്ത് PV അൻവർ ഈ വിഷയത്തിൽ എത്രത്തോളം ഇടപെട്ടിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെ കാര്യങ്ങളിൽ? അല്ല, നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാലോ, വളരെ വലിയ തോതിൽ ഈ വനവുമായി അതിർത്തി പങ്കിടുന്ന നിയോജക മണ്ഡലങ്ങളിലുള്ള MLA-മാരെക്കാൾ ഒരുപടി മുന്നിൽ ശ്രീ അൻവർ കഴിഞ്ഞ 8.5 കൊല്ലം ഈ വിഷയം അസംബ്ലിയിൽ കാണിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യം വരും. അത് മാത്രമാണ്. അപ്പോൾ അദ്ദേഹം നിങ്ങൾക്കറിയാലോ, ഈ നമ്മുടെ വനനിയമ ഭേദഗതി ബില്ല് വരുന്ന സമയത്ത് ആ ബില്ല് കേരളത്തിലെ 140ഓളം വരുന്ന ജനപ്രതിനിധികൾ, നിയമസഭാ മന്ദിരത്തിലുള്ള 140ഓളം വരുന്ന ജനപ്രതിനിധികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശ്രീ PV അൻവറാണ് അത് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ആ വിഷയം എടുത്തിട്ടുള്ളത്. ആ എടുത്തിട്ടതിന്റെ ഭാഗമായി ഈ വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മലയോര പ്രദേശങ്ങളിൽ കൂടി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരുന്നതിന് ശ്രമിച്ചതാരാ? ശ്രീ PV അൻവർ അല്ലേ? ആ PV അൻവർ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ടല്ലേ UDF-ന് ആ വിഷയം പിന്നീട് അവർക്ക് തുടർന്ന് കൊണ്ടുപോകേണ്ടത്. അപ്പൊ PV അൻവർ പറഞ്ഞ കാര്യങ്ങളാണ് ശരി. ഈ മലയോര ജനതയ്ക്ക് ജീവിക്കാൻ അല്ല, പ്രതിപക്ഷ പ്രക്ഷോഭമൊന്നും അല്ല സ്മൃതി. അത് ജനങ്ങളെ കാര്യമായി ബാധിക്കുന്ന ഈ ഒരു പ്രശ്നം അത് ഗവൺമെന്റിനെ ഗുരുതരമായ രൂപത്തിൽ ബാധിക്കുമെന്ന് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ചോടിയതല്ലേ സർക്കാർ? ഈ സർക്കാരിന് ഒരു ബില്ല് പാസ്സാക്കി എടുക്കാൻ എന്ത് തടസ്സ നിയമസഭയിലുള്ള 99 MLA-മാരുടെ പിന്തുണയുണ്ട്. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാത്ത ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നൊക്കെയാണല്ലോ പറയാറുള്ളത്. ആ വനഭേദഗതി ബില്ല് ഈ ഗവൺമെന്റ് ഇട്ടെറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അത് പിൻവലിച്ചോടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പോരാളി ശ്രീ PV അൻവറാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.